ओम यौ शांतिरंतरिक्षं शांति 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 रोधय शांति वनस्पतय शांति शांति ब्रह्म शांति सर्वं शांति शांतिरेव शांति सामा शांति। उद्धवक्षोभणो देव श्रीगर्भ परमेश्वर करणं कारणं कर्ता विकर्ता जगन्मोह व्यवसायो व्यवस्थान संस्थान स्थानदो ध्रुव परद्धि परमस्पष्टस्तुष्टपुष्टश्रुतेक्षण रामो विरदो मार्गो नयो नयोदय वीरशक्तिमदां श्रेष्ठो धर्मो धर्मविदुत्तमा। ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് ഉദ്ധവ. ഉദ് ഭാവനം ചെയ്യുന്നവൻ ഉദ്ധവ. ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ വസ്തു അതിൻ്റെ ഉപാദാന കാരണത്തിൽ നിന്ന് ഉണ്ടാകുന്നവയാണ്. വിഷ്ണുവിൻ്റെ ഉച്ചമായ ഭാവത്തോടുകൂടി കൂടിയ ഭാവന കൊണ്ടാണ് ഇവയുണ്ടാകുന്നത്. ഉദ്ഭവ എന്ന് പറഞ്ഞാൽ ഉദ്ഭവം ചെയ്യുന്നത്. ഉദ്ഭവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഉദ്ഭവം എന്നുള്ള അർത്ഥത്തിലല്ല. വാക്ക് എഴുതിയിരിക്കുന്ന അക്ഷരം ശ്രദ്ധിക്കുക. ദയ എന്നുള്ളതാണ് ഉദ്ഭവം. മറ്റേത് തായാണ് ഉദ്ഭവം. അതായത് ഒരു വസ്തുവിൻ്റെ തുടക്കം എന്ന അർത്ഥത്തിലുള്ള ഉദ്ഭവം. ഇത് തായാണ്. താ എല്ലായിട്ട് മാറുന്നതുകൊണ്ട് ഉത്ഭവ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഉദ്ഭവ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഉദ് ദയാനുള്ളതായാണ്. അപ്പോ അത് ഉച്ചസ്ഥായിയായ ഭാവന എന്നർത്ഥം. ഭഗവാന്റെ ഉച്ചസ്ഥായിയായ ഭാവം കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വസ്തുക്കളുടെ അതിൻ്റെ ഉപാദാന കാരണം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, കാര്യകാരണം, നിമിത്ത കാരണം, ഉപാദാന കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാവും. അപ്പൊ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അതിൻ്റെ ഉപാദാന കാരണത്തിൽ നിന്ന് ഉണ്ടാവുന്നവയാണ്. ശരിക്കും ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ഉച്ചമായ ഭാവം കൊണ്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും അത്രയും ഉണ്ടാകുന്നത് എന്നർത്ഥം. ഈ 374ാമത് നാമം ക്ഷോഭണ. ക്ഷോഭം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദേഷ്യം നടത്തല്ല. ശരിക്കും ഏതൊന്ന് ചരാചരങ്ങളെയും സഞ്ചാലനം ചെയ്യിപ്പിക്കുന്നുവോ ആ ഭഗവാൻ ശോഭണ ആകും. അപ്പോ ഉച്ചമായ ഭാവത്തോടുകൂടി ഈ പ്രപഞ്ചത്തിന്റെ കാരണക്കാരനായ ഭഗവാനാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും ചരാചരങ്ങളെയും മുന്നോട്ട് സഞ്ചാലനം ചെയ്യിപ്പിക്കുന്നത്. ക്ഷോഭണശ്ചർഷണീന എന്ന് വേദത്തിൽ ഒരു മന്ത്രമുണ്ട്. ക്ഷോഭണശ്ചർഷണീന എന്ന മന്ത്രം വേദത്തിൽ നമുക്ക് കാണാം. 375 ദേവ. ലോകത്തെ ഉണ്ടാക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവാണ്. അതിനാൽ വിഷ്ണു ദേവനാണ്.
ഉണ്ടാക്കുക, ക്ഷയിപ്പിക്കുക. അജ ഏകപാദേവ, അജ ഏകപാദേവ എന്ന മന്ത്രം ഋഗ്വേദത്തിലുള്ളതാണ്. ഋക്ക് 7:35-13. അജ ഏകപാദേവ. അതുപോലെ ദേവസവിത പ്രസൂവയജ്ഞം പ്രസൂവയജ്ഞപതിംഭഗായ ദേവ്യോ ഗന്ധർവ കേരവു കേരം പുനാതു വാചസ്കൃതർവാചം ശ്രുതതു ഇത്യാദി മന്ത്രങ്ങളിൽ ദേവശബ്ദം വന്നിരിക്കുന്നത് ലോകത്തെ ഉണ്ടാക്കുകയും ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന അർത്ഥത്തിലാണ്. അപ്പൊ അത് ഭഗവാനാണ് ലോകത്തെ ഉണ്ടാക്കുന്നത്, അതിനെ ക്ഷയിപ്പിക്കുന്നതും ഭഗവാനാണ്. ഇനി 376 ശ്രീഗർഭ. വിവിധ തരത്തിൽ പ്രകാശിക്കുന്ന വിശ്വമാകുന്ന ശരീരത്തിൽ ഗർഭസമാനം വസിക്കുന്നതിനാൽ വിശ്വരൂപമായ ശരീരത്തിൽ ഗർഭസമാനം വസിക്കുന്നതിനാൽ വിഷ്ണു ശ്രീഗർഭമാകുന്നു. ഈ കാണുന്ന പ്രപഞ്ചത്തിലെല്ലാം വിഷ്ണു ഉണ്ട്. ശരീരം ബ്രഹ്മപ്രാവിശത് സൂര്യാത്മാ ജഗതസ്തസ്തുഷശ്ച സ്വാഹ. എന്നിത്യാദി വേദമന്ത്രങ്ങൾ എടുത്താൽ അത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. 377 പരമേശ്വര. പരം മിമീത, പരമഹ. പരശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞാണ്. പരമശബ്ദത്തിന് സംസ്കൃതത്തിലുള്ള അർത്ഥമാണ് പരം മിമീത പരമഹ. ഇനി ഈശ്വര എന്ന ആ വാക്കിന്റെ അർത്ഥം ഈശാനശീല ഈശ്വര. മറ്റൊരാൾക്ക് പരിമിതി ഉണ്ടാക്കുന്നവൻ. പരമേശ്വരൻ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഉത്കൃഷ്ടമായ ശോഭയോടെ. അന്യരെ തന്റെ പ്രഭാവത്താൽ നിഷ്പ്രഭനാക്കുന്നവൻ പരമേശ്വരൻ. കരണം. ക്രിയത്തെ അനേന ഇതി കരണം. ഏതൊന്നിനാൽ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത് കരണം. എല്ലാ പ്രാണിശരീരങ്ങളിലും എല്ലാ പ്രകാരത്തിലുമുള്ള സാധന